തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ബാങ്കിംഗ് ബിസിനസ് നടത്തുന്ന സ്ഥാപനമാണ്. റിസർവ് ബാങ്കിന്റെ അംഗീകാരത്തോടെ എല്ലാ നിയമവും പാലിച്ച് മികച്ച രീതിയിൽ ധനകാര്യ ബിസിനസ് ചെയ്തു വരികയാണ് അവർ. അങ്ങനെയുള്ളപ്പോൾ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സിഇഒ ആയിരുന്ന സുഹാസ് സോമൻ അദ്ദേഹം ബാങ്കിലേക്കുള്ള നിക്ഷേപം സ്വന്തം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കോടികളുമായി മുങ്ങി. സുഹാസ് സോമൻ ധനലക്ഷ്മിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നും ശേഖരിച്ച കോടാനുകോടി രൂപ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാതെ തട്ടിയെടുക്കുകയായിരുന്നു. ഇത്തരത്തിൽ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ സിഇഒ ആയിരുന്ന സുഹാസ് സോമൻ തട്ടിയെടുത്ത 1.41 കോടിയുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ 15 ലക്ഷം മുതലുള്ള സംഖ്യകളുണ്ട്. ഒരു ധനകാര്യ സ്ഥാപനത്തെ ചതിച്ച് അതിന്റെ തലപ്പത്തിരുന്ന് പണം ലൂട്ടും ഡൈവേർട്ടും ചെയ്യുക. ഈ ലിസ്റ്റ് നോക്കുക, കൃത്യമായ രേഖകളാണിത്. ഇത് കോടതിയിലും പോലീസിലും എത്തുകയും ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ റെസിപ്റ്റുകൾ നോക്കുക. ഇത് സുഹാസ് സോമൻ ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ പണം കോടികൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പിതാവിന്റെയും ഫെഡറൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയതിന്റെ രേഖകളാണ്, റെസിപ്റ്റുകളാണ്. സുഹാസ് സോമനെതിരെയും 2 കോടിയിലധികം ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഷെയർ തിരിമറി നടത്തിയ സുമേഷ് കുമാറിനെതിരെയും ഇപ്പോൾ ജാമ്യമില്ലാ കേസെടുത്തിരിക്കുകയാണ്. കർണാടക പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കർണാടക പോലീസ് ഇവരെ പിടികൂടാൻ കേരളത്തിൽ വിവിധ സ്ഥലത്ത് റെയ്ഡുകൾ നടത്തി. ഇതാണ് പ്രതികൾക്കെതിരെയുള്ള എഫ്ഐആർ. ഈ എഫ്ഐആറിൽ ധനകാര്യ സ്ഥാപനത്തെ ചതിച്ച പ്രതികളുടെ പ്രവൃത്തികൾ വളരെ കൃത്യമായി പറയുന്നു.